ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു മാത്സ് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പഠിച്ചാലോ. അപ്പോൾ ഈ ഒരു മാത്സിൽ PQRS ഈസ് എ ക്വാഡിലാറ്ററൽ എന്ന് പറഞ്ഞ് ഒരു പിക്ചറാണ് നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മെഷർമെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ എക്സിൻ്റെ മെഷർമെൻറ്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ VTയുടെ മെഷർമെൻറ്റ് നമുക്ക് ആ കോർണറിലുള്ള മെഷർമെൻറ്റ് 84 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം തന്നെയായിരിക്കും അതിൻ്റെ താഴെ വരുന്നതും എക്സ് ഡിഗ്രിയും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ആ സെയിം 84 ഡിഗ്രി തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് കാണേണ്ടത് അടുത്ത് വൈയുടെ എത്രയാണ് മെഷർമെൻറ്റ്. വൈ കാണാനായിട്ട് ഇത് ക്വാഡ്രിലാറ്ററൽ ഷേപ്പാണ്. ആ ക്വാഡ്രിലാറ്ററൽ ഷേപ്പിന് ഓരോ പാർട്സും അതായത് മൊത്തത്തിൽ നമുക്ക് 360 ആയിരിക്കും ടോട്ടൽ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ഓരോ മെഷർമെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി ഇപ്പോൾ എക്സ് 84 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ് തന്നിട്ടുണ്ട് 216, പി തന്നിട്ടുണ്ട് 27 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 360 ടോട്ടൽ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ആഡ് ചെയ്തത് 360 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വൈ എത്രയാണെന്നുള്ള മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം VTയുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് സെയിം തന്നെയായിരിക്കും നമുക്ക് എക്സ് കണ്ടുപിടിക്കേണ്ടത്. അത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ PQT ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, PQV ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് പിന്നെ മറ്റേ ക്വാഡ്രിലാറ്ററലിൻ്റെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 360 ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മറ്റേതെല്ലാം കൂടി കൂട്ടിയിട്ട് അത് കുറച്ചാൽ മതി വൈ ഡിഗ്രി കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.